നമസ്കാരം. ഇന്ന് നമ്മൾ വളരെ രസകരമായ എന്നാൽ നമ്മുടെയൊക്കെ നിത്യജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് പരിശോധിക്കുന്നത്. അതായത് ആഗോള വ്യാപാരത്തിന്റെ അണിയറയിലെ ആ അദൃശ്യമായ ചില രഹസ്യങ്ങൾ. നമ്മൾ രാവിലെ കുടിക്കുന്ന കാപ്പി മുതൽ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോൺ വരെ ലോകരാജ്യങ്ങൾ തമ്മിലുള്ള ഈ സങ്കീർണമായ കച്ചവടങ്ങൾ ശരിക്കും എങ്ങനെയാണ് തീരുമാനിക്കപ്പെടുന്നത്? അതാണ് നമ്മൾ ഇന്ന് ഈ വിവരണത്തിലൂടെ കണ്ടെത്താൻ പോകുന്നത്. തുടങ്ങുന്നതിനു മുൻപ് തന്നെ എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. കേൾക്കുമ്പോൾ ഒരുപക്ഷെ അസംബന്ധമായി തോന്നാം. സ്വന്തമായി വളരെ എളുപ്പത്തിലും വേഗത്തിലും ഉണ്ടാക്കാൻ കഴിയുന്ന സാധനങ്ങൾ പോലും രാജ്യങ്ങൾ എന്തിനാണ് മറ്റുള്ളവരിൽ നിന്ന് പണം കൊടുത്തു വാങ്ങുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കിയേ. നമുക്ക് തന്നെ എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഒന്ന് എന്തിനു വരണ്ടേ പുറത്തുനിന്ന് വാങ്ങണം, അല്ലേ? ഈ ഒരു വിചിത്രമായ ചോദ്യത്തിന്റെ ഉത്തരത്തിലാണ് ആഗോള വ്യാപാരത്തിന്റെ യഥാർത്ഥ മാന്ത്രികത ഒളിഞ്ഞിരിക്കുന്നത്. അപ്പോ ഇന്ന് നമ്മൾ പ്രധാനമായും 5 കാര്യങ്ങളാണ് നോക്കുന്നത്. ആദ്യം ആഗോള വ്യാപാരത്തിന്റെ കാതൽ എന്താണെന്ന് നോക്കും. പിന്നെ റിക്കാർഡോയുടെ കർശനമായ വ്യാപാര നിയമങ്ങൾ. മൂന്നാമതായി ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഒരു കിടിലൻ ഉദാഹരണം. തുടർന്ന് പ്രത്യേകവൽക്കരണത്തിന്റെ അഥവാ സ്പെഷ്യലൈസേഷന്റെ നേട്ടങ്ങൾ. അവസാനമായി യഥാർത്ഥ ലോകത്തിലെ ഇതിന്റെ ചില യാഥാർത്ഥ്യങ്ങൾ. ഇത്രയുമാണ് നമ്മൾ കവർ ചെയ്യുന്നത്. ശരി, നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ഒന്നാമതായി ആഗോള വ്യാപാരത്തിന്റെ കാതൽ. ആധുനിക ആഗോളവൽക്കരണത്തിന് പിന്നിലെ ബുദ്ധികേന്ദ്രത്തെ നമുക്കിനി പരിചയപ്പെടാം. ഡേവിഡ് റിക്കാർഡോ എന്ന പേര് കേട്ടിട്ടുണ്ടോ? അദ്ദേഹമാണ് താരതമ്യ ചെലവ് സിദ്ധാന്തം അഥവാ കമ്പാരിറ്റീവ് കോസ്റ്റ് തിയറി കൊണ്ടുവന്നത്. വളരെ ലളിതമായി പറഞ്ഞാൽ, ഒരു രാജ്യം എപ്പോഴും അവർക്ക് ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യണം. എന്നിട്ട് നിർമ്മിക്കാൻ കൂടുതൽ ചെലവുള്ളവ മറ്റുള്ളവരിൽ നിന്ന് വാങ്ങണം. ഇവിടെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു വാക്കുണ്ട്: താരതമ്യേന. വെറുതെ വിലക്കുറവിൽ ഒരു സാധനം സ്വന്തമായി നിർമ്മിക്കുന്നതിലുപരി താരതമ്യേന ഏറ്റവും ലാഭകരമായി നിർമ്മിക്കുക എന്നതാണ് ഇതിലെ യഥാർത്ഥ ട്രിക്ക്. ഇനി രണ്ടാമത്തെ ഭാഗം, റിക്കാർഡോയുടെ കർശനമായ വ്യാപാര നിയമങ്ങൾ. കണക്കുകളിലേക്ക് പോകുന്നതിനു മുൻപ് റിക്കാർഡോ ഉണ്ടാക്കിവെച്ച ആ ഒരു സാങ്കല്പിക ലോകം എങ്ങനെയുള്ളതാണെന്ന് നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. ഈ സിദ്ധാന്തം വർക്കാകണമെങ്കിൽ അദ്ദേഹം ചില നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചോളൂ. വെറും 2 രാജ്യങ്ങളും അവർക്കിടയിൽ 2 ഉൽപ്പന്നങ്ങളും മാത്രമേയുള്ളൂ. ഉൽപ്പാദന ചെലവ് എപ്പോഴും സ്ഥിരമായിരിക്കും. അതുപോലെ പൂർണ്ണമായും സ്വതന്ത്ര വ്യാപാരമാണ്. യാതൊരുവിധ ഗതാഗത ചെലവുകളുമില്ല. പിന്നെ ലഭ്യമായ വിഭവങ്ങൾ മുഴുവനായും ഉപയോഗിക്കപ്പെടുന്നുമുണ്ട്. കേൾക്കുമ്പോൾ ഇതൊരു മാന്ത്രിക ലോകം പോലെ തോന്നുന്നില്ലേ? ഒരു പെർഫെക്റ്റ് ലോകം. പക്ഷേ ഈ സിദ്ധാന്തം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് ഗണിതശാസ്ത്രപരമായി തെളിയിക്കാൻ ഇത്തരം ചില അടിസ്ഥാന നിയമങ്ങൾ അദ്ദേഹം നിർമ്മിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. ഇനി നമുക്ക് മൂന്നാമത്തെ ഭാഗത്തേക്ക് വരാം. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഒരു ഉദാഹരണം. ഈ അനാലിസിസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇതാണ് കേട്ടോ. തുണിയും വീഞ്ഞും നിർമ്മിക്കുന്ന 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു നേരിട്ടുള്ള മത്സരം. ഇവിടെ കാര്യങ്ങൾ വളരെ ലളിതമാണ്. ഒരു യൂണിറ്റ് തുണിയും ഒരു യൂണിറ്റ് വീഞ്ഞും നിർമ്മിക്കാൻ ഇന്ത്യയ്ക്കും ഇംഗ്ലണ്ടിനും എത്ര മണിക്കൂർ ജോലി ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. തുണി നിർമ്മിക്കാൻ ഇന്ത്യയ്ക്ക് വെറും 10 മണിക്കൂർ മതി. എന്നാൽ ഇംഗ്ലണ്ടിനോ 30 മണിക്കൂർ വേണം. അതുപോലെ വീഞ്ഞ് നിർമ്മിക്കാൻ ഇന്ത്യയ്ക്ക് 20 മണിക്കൂറും ഇംഗ്ലണ്ടിന് 40 മണിക്കൂറും ആവശ്യമാണ്. ഈ അക്കങ്ങളിലെ വലിയ വ്യത്യാസം നിങ്ങൾ പ്രത്യേകം ഓർത്തുവെക്കണം. അപ്പോ ഇതിലൊരു വലിയ കൗതുകം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇന്ത്യ 2 ഉൽപ്പന്നങ്ങളും ഇംഗ്ലണ്ടിനേക്കാൾ വളരെ വേഗത്തിലാണ് നിർമ്മിക്കുന്നത്. തുണിയായാലും വീഞ്ഞായാലും ഇന്ത്യയ്ക്ക് ഇംഗ്ലണ്ടിനേക്കാൾ കുറഞ്ഞ സമയമേ വേണ്ടൂ. അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാണ് ഇന്ത്യ ഇംഗ്ലണ്ടുമായി വ്യാപാരം ചെയ്യുന്നത്? സ്വന്തമായി അങ്ങ് ഉണ്ടാക്കിയാൽ പോരെ? ഒറ്റ നോട്ടത്തിൽ റിക്കാർഡോ പറയുന്നത് തീർത്തും യുക്തിക്ക് നിരക്കാത്തൊരു കാര്യമായിട്ട് നമുക്ക് തോന്നാമല്ലേ? ഈ വലിയ വൈരുദ്ധ്യം മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അഥവാ അവസര ചെലവ് എന്താണെന്ന് ഒന്ന് കണക്കുകൂട്ടി നോക്കണം. വെറും തൊഴിൽ മണിക്കൂറുകൾക്കപ്പുറം ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന ആ വലിയ തന്ത്രം എന്താണെന്ന് മനസ്സിലാക്കാൻ ഈയൊരു കണക്ക് നമ്മൾ അറിഞ്ഞേ തീരൂ. നമുക്ക് ആ കണക്കുകൾ സാവധാനമൊന്നു നോക്കാം. തുണിയുടെ അവസര ചിലവെടുക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ അനുപാതം 10നെ 20 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന 0.5 ആണ്. എന്നാൽ ഇംഗ്ലണ്ടിന്റേതോ 30നെ 40 കൊണ്ട് ഹരിക്കുമ്പോൾ 0.75 വരും. ഇതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്നല്ലേ? അതായത് ഇന്ത്യ ഒരു യൂണിറ്റ് തുണിയുണ്ടാക്കാൻ സമയം ചിലവാക്കുമ്പോൾ ആ സമയം കൊണ്ട് അവർക്ക് നിർമ്മിക്കാമായിരുന്ന 1/2 യൂണിറ്റ് അഥവാ പകുതി വീഞ്ഞാണ് അവർക്ക് അവിടെ നഷ്ടമാകുന്നത്. എന്നാൽ ഇംഗ്ലണ്ടിനവിടെ 1/4 യൂണിറ്റ് വീഞ്ഞ് നഷ്ടപ്പെടുന്നു. ഇതിനർത്ഥം തുണി നിർമ്മിക്കുമ്പോൾ ഇന്ത്യയ്ക്കാണ് നഷ്ടം കുറവ്. ഈ ചെറിയ വിട്ടുവീഴ്ചയാണ് ഇവിടത്തെ യഥാർത്ഥ ഗെയിം ചേഞ്ചർ. അപ്പോ ഇതാണ് നമ്മൾ പറഞ്ഞ ആ അന്തിമമായ തന്ത്രം.
താരതമ്യേന ചിലവ് കുറവായതുകൊണ്ട് ഇന്ത്യ തുണി നിർമ്മാണത്തിൽ മാത്രം എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഇതിനെയാണ് നമ്മൾ സ്പെഷ്യലൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഇതേ കണക്ക് വെച്ച് നോക്കുമ്പോൾ വീഞ്ഞ നിർമ്മാണത്തിൽ ഇംഗ്ലണ്ടിനാണ് ചിലവ് കുറവ് വരുന്നത്. അതുകൊണ്ടവർ ആ മേഖലയിൽ സ്പെഷ്യലൈസ് ചെയ്യണം. ഇങ്ങനെ സ്വന്തം കഴിവ് കൃത്യമായി തിരിച്ചറിഞ്ഞ് രാജ്യങ്ങൾ പരസ്പരം വ്യാപാരം ചെയ്യുമ്പോൾ അത് രണ്ടു കൂട്ടർക്കും വലിയ ലാഭമുണ്ടാക്കുന്നു. അതാണിതിലെ ഏറ്റവും വലിയ മാന്ത്രികത. 4ാമത്തെ വിഭാഗം പ്രത്യേകവൽക്കരണത്തിന്റെ നേട്ടങ്ങൾ. ഈ കണക്കുകളിൽ നിന്നൊക്കെ അല്പമൊന്ന് മാറി ആഗോള ഉൽപ്പാദനത്തിൽ ഈ സ്പെഷ്യലൈസേഷൻ സിദ്ധാന്തം ഇത്ര വലിയൊരു വിജയമായി ലോകം കണക്കാക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. ഈ സിദ്ധാന്തം അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് നമ്മെ പഠിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, രാജ്യങ്ങളെ അവർക്ക് ഏറ്റവും അനുയോജ്യമായ ഉൽപ്പന്നത്തിൽ പ്രാവീണ്യം നേടാൻ ശക്തമായി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഓരോ രാജ്യവും അവരവരുടെ ഏറ്റവും മികച്ച മേഖല തിരഞ്ഞെടുക്കുമ്പോൾ എന്തു സംഭവിക്കും? ലോകത്തുള്ള വിഭവങ്ങളുടെ പരമാവധി ഉപയോഗം അവിടെ നടക്കും. സ്വാഭാവികമായും ലോകത്തെ മൊത്തത്തിലുള്ള ഉൽപ്പാദനം വൻതോതിൽ വർദ്ധിക്കുകയും ചെയ്യും. അതായത്, വെറുതെ പരസ്പരം മത്സരിക്കുന്നതിന് പകരം കൂട്ടായ സഹകരണം എങ്ങനെ വ്യാപാരം വികസിപ്പിക്കുന്നു എന്ന് ഇതിലൂടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. ഇനി 5ാമത്തെ വിഭാഗം, യഥാർത്ഥ ലോകത്തിലെ യാഥാർത്ഥ്യങ്ങൾ. ഇതുവരെ നമ്മൾ കണ്ടത് വളരെ പെർഫെക്റ്റായ ഒരു ലോകമായിരുന്നു. ഇനി അവിടുന്ന് തികച്ചും സങ്കീർണവും പ്രശ്നങ്ങൾ നിറഞ്ഞതുമായ നമ്മുടെ യഥാർത്ഥ ലോകത്തേക്ക് നമുക്കൊന്ന് തിരിയാം. അനുമാനങ്ങൾ യാഥാർത്ഥ്യത്തിന് നിരക്കാത്തതാണ്. റിക്കാർഡോയുടെ ഈ സിദ്ധാന്തം നേരിടുന്ന ഏറ്റവും വലിയ വിമർശനം ഇതാണ് കേട്ടോ. കാരണം പ്രായോഗികമായി ചിന്തിക്കുമ്പോൾ ഇതിലെ ചില കാര്യങ്ങൾ അത്ര ശരിയല്ല എന്ന് നമുക്ക് മനസ്സിലാവും. ആ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. നമ്മൾ ആദ്യം പറഞ്ഞ ആ മാന്ത്രിക ലോകത്തിനു പുറത്ത് നമ്മുടെ ഈ യഥാർത്ഥ ലോകത്ത് കപ്പൽ ഗതാഗതമോ ചരക്കുകടത്തോ ഒന്നും സൗജന്യമല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് സാധനങ്ങൾ എത്തിക്കാൻ തന്നെ വലിയ ചെലവുകളുണ്ട്. അതുപോലെ രാജ്യത്തെ എല്ലാ ആളുകൾക്കും എപ്പോഴും തൊഴിലുണ്ടായിരിക്കണമെന്നുമില്ല. പൂർണ്ണ തൊഴിൽ എന്നത് പലപ്പോഴും ഒരു നടക്കാത്ത സ്വപ്നമാണ്. പോരാത്തതിന് ഒരു ഉൽപ്പന്നത്തിന്റെ ചിലവ് തീരുമാനിക്കുന്നത് തൊഴിലാളികളുടെ കൂലി മാത്രമല്ല, സാങ്കേതികവിദ്യ, യന്ത്രങ്ങൾ തുടങ്ങി മറ്റു പല ഘടകങ്ങളും അതിൽ വരുന്നുണ്ട്. എന്നാലും ഇതിൽ നിന്നുള്ള ആ ഒരു അന്തിമമായ പാഠം നമ്മൾ ഒരിക്കലും മറക്കരുത്. പ്രായോഗികമായ ഈ പ്രശ്നങ്ങളൊക്കെയുണ്ടെങ്കിലും സ്പെഷ്യലൈസേഷൻ അഥവാ പ്രത്യേകവൽക്കരണമെന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പര നേട്ടങ്ങളിലേക്കും അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ വമ്പിച്ച വികാസത്തിലേക്കും നയിക്കുന്നു എന്നത് തർക്കമില്ലാത്തൊരു സത്യമാണ്. ഈ പോരായ്മകൾക്കിടയിലും ഇന്നും ആഗോള വ്യാപാരത്തിന്റെ ഏറ്റവും ശക്തമായ അടിസ്ഥാന യുക്തിയായി ഡേവിഡ് റിക്കാർഡോയുടെ ഈ സിദ്ധാന്തം തലയുയർത്തി നിൽക്കുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ ഈ വിവരണത്തിന്റെ അവസാനത്തിലെത്തിയിരിക്കുകയാണ്. അവസാനിപ്പിക്കുന്നതിന് മുൻപായി നിങ്ങളെ ഒന്ന് ചിന്തിപ്പിക്കാൻ ഒരു ചോദ്യം ഞാൻ ചോദിക്കാം. ഗതാഗതം ഒരിക്കലും സൗജന്യമല്ലാത്ത, തൊഴിൽ മേഖല പൂർണ്ണമല്ലാത്ത ഇന്നത്തെ ഈ സങ്കീർണമായ ലോകത്ത് ആഗോള വ്യാപാരമെന്ന ഈ കളിയിൽ യഥാർത്ഥത്തിൽ വിജയിക്കുന്നത് ആരാണ്? 200 വർഷം പഴക്കമുള്ള ഈ സിദ്ധാന്തം ഇന്നത്തെ ഈ പുതിയ ഹൈപ്പർ കോംപ്ലക്സ് സമ്പദ്വ്യവസ്ഥയിൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ.